നമസ്കാരം. പ്രധാന വാർത്തകൾ. ലൈംഗികാരോപണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് മഹിളാ കോൺഗ്രസ്. ചെരുപ്പുകൊണ്ടും ചൂലുകൊണ്ടും മുകേഷിന്റെ കോളത്തിൽ തല്ലി പാലക്കാട്ട് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. ഹേമ കമ്മീഷന് നടപടിക്കുള്ള അധികാരം ഇല്ലാതാക്കിയത് തന്നെ പ്രതികളെ രക്ഷിക്കാനെന്ന് നേതാക്കൾ. ഷൊർണൂർ കൊച്ചിപ്പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള പൊതുമരാമത്ത് റോഡിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. ഉദ്യോഗസ്ഥ അനാസ്ഥയാരോപിച്ച് ഷൊർണൂർ PWD ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. മുന്നറിയിപ്പില്ലാതെ HR തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരെ മലമ്പുഴ ഉദ്യാന കവാടം ഉപരോധിച്ച് INTUC. എരുമപ്പെട്ടിയിൽ സംസ്ഥാന പാതയോരത്തെ മരം പൊട്ടിവീണ് 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ 2 വാഹനങ്ങൾ തകർന്നു. പരിക്കേറ്റത് ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക്. അപകടം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ശനിയാഴ്ച പാലക്കാട്ട് തുടങ്ങും. സമന്വയ ബൈഠക് കേരളത്തിൽ ഇതാദ്യം. സംഘടനാ നടത്തിപ്പിന്റെ പുതിയ രൂപരേഖയായ പഞ്ചപരിവർത്തൻ ബൈഠക് സമഗ്രമായി ചർച്ച ചെയ്യുമെന്നും സാമൂഹ്യ പരിവർത്തന പദ്ധതികൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്നും RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ. ക്ഷീരമേഖലയെ വിഴുങ്ങാനുള്ള കോർപ്പറേറ്റ് നീക്കത്തെ ക്ഷീരകർഷകർ സംഘടിതമായി ചെറുക്കണമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. മങ്കരയിൽ പൂലോടി ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരകർഷക സംഗമം. പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായി. അതിസമ്പന്നമായ ഭാഷയാണ് സംസ്കൃതമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. സംസ്കൃത ഭാഷ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണം. സംസ്കൃതം അക്കാദമിക് കൌൺസിൽ ഒറ്റപ്പാലം ഉപജില്ലാ സംസ്കൃത ദിനാചരണം പട്ടാമ്പിയിൽ. ചെമ്പൈ സംഗീതോത്സവത്തിന് കോട്ടായിയിൽ ഒരുക്കങ്ങളായി. 128ാമത് ചെമ്പൈ ജയന്തി സംഗീതോത്സവം ശനിയാഴ്ച തുടങ്ങും. രാഗലഹരിക്ക് കാതോർത്ത് സംഗീതപ്രേമികൾ. വാർത്തകൾ വിശദമായി. ചെരുപ്പുകൊണ്ടും ചൂലുകൊണ്ടും MLAയും നടനുമായ മുകേഷിന്റെ കോലത്തിൽ തല്ലി പാലക്കാട്ട് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. ലൈംഗികാരോപണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരത്തിൽ മഹിളാ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് ഹേമ കമ്മീഷന് നടപടിക്കുള്ള അധികാരം ഇല്ലാതാക്കിയത് തന്നെ പ്രതികളെ സംരക്ഷിക്കാനാണെന്ന് CV സതീഷ് ആരോപിച്ചു. നഗരം ചുറ്റിയ പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ TD ഗീത ശിവദാസ്, റഹമത്ത്, KA ഷീബ, ഉഷ പാലാട്ട്, A രമ, സുധ പൊന്നമ്മ, അനിത, KV പാർവതി, A പ്രകാശിനി, S ശൈലജ, സുമ കൊല്ലങ്കോട്, ബിന്ദു ഒറ്റപ്പാലം, S ശാന്തി, ജെസ്സി തച്ചമ്പാറ, സുജാത തച്ചമ്പാറ, KV കോമളം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഹിളാ അസോസിയേഷൻ തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന വനിതകൾക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് ഐക്യദാർഢ്യ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി V. ശാരദ, ട്രഷറർ രമണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന അധ്യക്ഷയായി. VP സരസ്വതി, P. ദീപ, ആനി വിനു എന്നിവർ നേതൃത്വം നൽകി. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ കൊച്ചിപ്പാലം വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. ആവശ്യമുന്നയിച്ച് ഷൊർണൂർ PWD ഓഫീസിലേക്ക് തൊഴിലാളികൾ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് PWD ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. സർക്കാർ ഫണ്ട് വിനിയോഗത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഷൊർണൂരിലെ PWD ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. ആ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഷൊർണൂരിലെ PWDയുടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. 2019 ഫണ്ട് അനുവദിച്ച ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ച് 2019 അവസാനത്ത് കരാറുകാരന് വർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ 2024 ഈ പറയുന്ന ഈ മാർച്ച് നടക്കുന്ന ദിവസം വരെ
ആ കരാറുകാരനെ കൊണ്ട് ഈ റോഡ് പണി നടത്തിക്കുന്നതിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ കമ്മിറ്റി അംഗം P. സിന്ധു, നഗരസഭാ കൗൺസിലർമാരായ KM ലത, KM ലക്ഷ്മണൻ, മുൻ കൗൺസിലർ KN അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ കമ്മിറ്റി അംഗം ശ്രീജു നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്ഷീരമേഖലയെ വൻകിട കോർപ്പറേറ്റുകൾ കൈയടക്കാനുള്ള നീക്കം ക്ഷീരകർഷകർ സംഘടിതമായി ചെറുത്തു തോൽപ്പിക്കണമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. മങ്കര പൂഴോടി ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ മങ്കരയിൽ നടന്ന ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ അധ്യക്ഷനായി. ആധികാരികമായി പറയാൻ കഴിയുന്ന ക്ഷീരവകുപ്പ് ഉദ്യോഗസ്ഥരും മിൽമയുടെ ചെയർമാനും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. തീർച്ചയായും ഒരു ജീവനോപാധി എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അഭിമാനമായി കണ്ടിരുന്ന അല്ലെങ്കിൽ അഭിനന്ദനാർഹമായി അല്ലെങ്കിൽ ഒരു സമൂഹം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു കാർഷിക മേഖലയിലെ. ചടങ്ങിൽ വെച്ച് ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരെ മിൽമ ചെയർമാൻ KS മണി ഉപഹാരം നൽകി ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N. ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കന്നുകാലി പ്രദർശനത്തിൽ വിജയിച്ച ഉരുക്കളുടെ ഉടമസ്ഥർക്കുള്ള സമ്മാനദാനം പറളി പഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി, പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീർ തുടങ്ങിയവർ നിർവഹിച്ചു. ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം K. ചെന്താമര നിർവഹിച്ചു. ബ്ലോക്ക് അംഗം A. രജനി, ഷീജ ഇലിയാസ്, K. ശ്രീരാജ്, വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ജയകൃഷ്ണൻ, M. അരവിന്ദാക്ഷൻ, P. നന്ദകുമാർ, K. ഗോപിനാഥൻ, V. സന്തോഷ്, V. പ്രീന തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KS സതീഷ് സ്വാഗതവും ക്ഷീരവികസന ഓഫീസർ S. ഷാമിലി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് രാവിലെ കന്നുകാലി പ്രദർശനം, ഡയറി ക്വിസ്, സെമിനാർ, ഡയറി എക്സിബിഷൻ എന്നിവയുമുണ്ടായി. 22 ക്ഷീരസംഘങ്ങളിൽ നിന്നായി 500ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെതിരെ മലമ്പുഴ ഉദ്യാന കവാടത്തിൽ HR തൊഴിലാളികളുടെ പ്രതിഷേധം. INTUC നേതൃത്വത്തിൽ തൊഴിലാളികൾ ഉദ്യാന കവാടം ഉപരോധിച്ചു. ഉപരോധ സമരത്തെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് ഉദ്യാനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വന്നതോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഭരണാനുകൂല രാഷ്ട്രീയ നിയമനം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 70 വയസ്സുവരെ ജോലി ചെയ്യാമെന്നിരിക്കെയാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മലമ്പുഴയിലെ HR തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. 96 തൊഴിലാളികളെയാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. 60 വയസ്സ് കഴിഞ്ഞവരെ പിരിച്ചുവിടുന്ന നടപടിക്കെതിരെയും ESI PF അരിയേഴ്സ് നൽകാതിരിക്കുന്ന നടപടിക്കെതിരെയും INTUC പ്രതിഷേധിച്ചു. UDF മണ്ഡലം ചെയർമാൻ K. കോയക്കുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK വാസു, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MB രാധാകൃഷ്ണൻ, INTUC മണ്ഡലം പ്രസിഡന്റ് KC ഉണ്ണികൃഷ്ണൻ, KK വേലായുധൻ, A. ഉണ്ണികൃഷ്ണൻ, വിജയൻ, രാജൻ, നാച്ചിമുത്തു എന്നിവർ പ്രസംഗിച്ചു. വർഷത്തോളം ഈ ഉദ്യാനത്തിനു വേണ്ടി വയർപ്പ് ചിന്തിയ തൊഴിലാളികളെയാണ് ഒരു ദിവസം കൊണ്ട് ഇവർ ഈ ഉദ്യാനത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പോകുന്നത്. ശക്തമായ സമരവുമായി INTUCയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇതിനായി മുന്നോട്ട് പോകും. ഇത്രയും കാലമായി ഇവർക്ക് PFO ESIയോ ഒന്നും നടപ്പിലാക്കുന്നില്ല. ഒരു 20 തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ESI PF എന്ന് നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ റൂൾ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഉദ്യാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DTPCയുടെ മേൽനോട്ടത്തിലുള്ള ഈ സ്ഥാപനത്തിൽ നഗ്നമായിട്ടുള്ള ഒരു ലംഘനം നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ കാറ്റിലും മഴയിലും മരം പൊട്ടിവീണ് എരുമപ്പെട്ടിയിൽ 2 വാഹനങ്ങൾ തകർന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിലാണ് രാവിലെ 11:30 മരം പൊട്ടിവീണത്. റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെയും പിക്കപ്പ് വാന്റെയും മുകളിലേക്കാണ് റോഡരികിൽ നിന്നിരുന്ന മദ്രാസ് ഈത്തമരം പൊട്ടിവീണത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. പിക്കപ്പ് വാൻ്റെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ പാഴിയേട്ടുമുറി തോന്നല്ലൂർ കാണൂർ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ 48 വയസ്സ്,
പിക്കപ്പ് വാൻ ഡ്രൈവർ എരുമപ്പെട്ടി കുട്ടഞ്ചേരി ചെറുകുന്നത്ത് വീട്ടിൽ സിനീഷ് 38 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. തോന്നല്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിന്ന് സിമൻ്റ് ഇറക്കി എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ. അപകടത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. എരുമപ്പെട്ടി SI യു മഹേഷിൻ്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ശനിയാഴ്ച പാലക്കാട്ട് ആരംഭിക്കും. സാമൂഹ്യ പരിവർത്തന പദ്ധതികൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്നും ത്രിദിന ബൈഠക് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ പറഞ്ഞു. RSSന്റെ ശതാബ്ദി വർഷത്തിൽ സംഘടനാ നടത്തിപ്പിനുള്ള പുതിയ രൂപരേഖയായ പഞ്ചപരിവർത്തൻ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സമന്വയ് ബൈഠക് സമഗ്രമായി ചർച്ച ചെയ്യുമെന്ന് സുനിൽ അംബേദ്കർ പറഞ്ഞു. ശനിയാഴ്ച പാലക്കാട്ട് ആരംഭിക്കുന്ന അഖില ഭാരതീയ സമന്വയ് ബൈഠക്കിൽ ചർച്ച ചെയ്യുന്ന പഞ്ചപരിവർത്തൻ ലക്ഷ്യമിടുന്ന 5 പദ്ധതികളും അദ്ദേഹം വിശദീകരിച്ചു. സമന്വയ് ഹൈടെക് പ്രതിനിധികൾ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. 2025 മുതൽ 2026 വിജയദശമി വരെയാണ് ശതാബ്ദി വർഷം. പാലക്കാട്ടെ ബൈഠക്കിൽ മോഹൻ ഭഗവത്, സംഘടനയുടെ 6 ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ പ്രമുഖരും 32ഓളം സംഘപരിവാർ സംഘടനകളും മറ്റ് പരിവാർ സംഘടനാ ദേശീയ നേതാക്കളും പങ്കെടുക്കുമെന്നും സുനിൽ അംബേദ്കർ പറഞ്ഞു. As RSS, we have proposed the more social transformation activities to take them at the mass level. Pancha Parivartan. The 5 initiatives are in the different fields are taken. So, how all organizations they can participate, they can also take these all issues further, that will also be discussed. As earlier also said in different programs, but I repeat the same 5 initiatives. One is social harmony, samajik samrasta as we say it. So how we can take it at the social initiative by involving the different organizations. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 128ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഗീതോത്സവത്തിന് ശനിയാഴ്ച കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ തുടക്കമാവും. ഹൈക്കോടതി ജഡ്ജ് PV കുഞ്ഞികൃഷ്ണൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 എന്നീ ദിവസങ്ങളിലാണ് ചെമ്പൈ ജയന്തി സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രവാസി വ്യവസായി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് മുഖ്യാതിഥിയാകും. ഓഡിറ്റർ ശിവദാസ് ചെച്ചൂരിനെ ആദരിക്കും. തുടർന്ന് അബിറാം ഉണ്ണിയും സംഘവും സംഗീത കച്ചേരി അവതരിപ്പിക്കും. സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 11:30 ചെമ്പൈ വിദ്യാപീഠത്തിന്റെ 38ാമത് വാർഷിക സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP, PP സുമോദ് MLA തുടങ്ങിയവർ പങ്കെടുക്കും. മേളവിദ്വാൻ കല്ലൂർ രാമൻകുട്ടിമാരാരെ ആദരിക്കും. തുടർന്ന് മണ്ണൂർ രാജകുമാരനുണ്ണി, യുവ സംഗീതജ്ഞൻ എന്നിവരുടെ കച്ചേരി നടക്കുമെന്ന് ചെമ്പൈ വിദ്യാപീഠം പ്രസിഡന്റ് ചെമ്പൈ സുരേഷ് പറഞ്ഞു. ആഘോഷത്തോടനുബന്ധിച്ച് 2 ദിവസമായി നടത്തുന്ന ദ്വിദിന സംഗീതോത്സവം ചെമ്പൈ ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടക്കുന്നതാണ്. ആഗസ്റ്റ് 31 തീയതി വൈകിട്ടും അതേപോലെ സെപ്റ്റംബർ 1 തീയതി രാവിലെ മുതൽ വൈകുന്നേരം 2 ദിവസമായിട്ട് ദ്വിദിന സംഗീതോത്സവം നടത്തുന്നു. ആഗസ്റ്റ് 31 തീയതി വൈകുന്നേരത്തെ ഫംഗ്ഷൻ കേരള ഹൈക്കോടതി ജഡ്ജ് ശ്രീ കുഞ്ഞികൃഷ്ണൻ അവർ അതിന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ മണ്ണൂർ P. രാജകുമാരൻ ഉണ്ണി മാഷൻ, അതേപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ശ്രീ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അവർ, ഇറാൻ ഗ്രൂപ്പിൻ്റെ CMD അദ്ദേഹം പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ അതോടുകൂടി ഒരു ശിവദാസ് ചേറ്റൂർ ഓഡിറ്റർ അദ്ദേഹത്തിനെയും ഈ ചടങ്ങിൽ അനുമോദിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഏറെ സമ്പന്നമായ ഒരു ഭാഷയാണ് സംസ്കൃത ഭാഷയെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. ഈ ഭാഷ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ വൈകിപ്പോയെന്നും MLA പറഞ്ഞു. സംസ്കൃതം അക്കാദമിക് കൌൺസിൽ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ സംസ്കൃത ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പുരാണ ഇതിഹാസങ്ങളുടെ അതുപോലെ തന്നെ കാവ്യങ്ങളുടെ ഒക്കെ തന്നെ വലിയ സമ്പത്തുള്ള ഒരു ഭാഷയാണ്. ഒരുപാട്
തലമുറകളിലൂടെ, ഒരുപാട് സംസ്കാരങ്ങളിലൂടെ, ഒരുപാട് പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിലൂടെയൊക്കെ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ്. ആ ഭാഷയെ പരിപോഷിപ്പിക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ വലിയ സാഹിത്യ സമ്പത്ത് അതിനെ പ്രിസർവ് ചെയ്യുക, അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കൾച്ചർ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒറ്റപ്പാലം സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം DEO രമേശ് കൈതപ്പുറം മുഖ്യാതിഥിയെ പങ്കെടുത്തു. ഡോക്ടർ KV രാജീവ്, V വിജയൻ, ഡോക്ടർ P പത്മനാഭൻ, ശിവപ്രസാദ്, കല്ലിശ്ശേരി മഹേഷ്, ബാബുരാജ്, PV മനോജ്, K മോഹൻദാസ്, രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. V വിജയൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കലോത്സവ രചനാ മത്സരങ്ങളുടെ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. BJP കുളപ്പുള്ളി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശില്പശാല സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പ്രവർത്തകർ സജ്ജരാകേണ്ട സമയമായെന്ന് KM ഹരിദാസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അംഗത്വം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ മേഖലയിൽ നിന്നുമുള്ള, അതായത് എല്ലാ മേഖലയിലും, അതായത് അതിലെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അത്തരത്തിലുള്ള എല്ലാ കാഴ്ചപ്പാടുകൾക്കും അപ്പുറം ഭാരതം ഒന്നാണ് എന്നുള്ള ആ ഒരു കൃത്യമായ ആ കാഴ്ചപ്പാട് അത് മുന്നോട്ട് വെച്ചുകൊണ്ട് സർവവ്യാപിയും സർവസ്പർശിയുമാക്കി പാർട്ടിയെ മാറ്റുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം കുളപ്പുള്ളിയിൽ നടന്ന ശില്പശാലയിൽ BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ്, BJP സംസ്ഥാന സമിതി അംഗങ്ങളായ പരമേശ്വരൻ മാസ്റ്റർ, രുക്മിണി ടീച്ചർ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് കണയം, KT രവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ ജനറൽ സെക്രട്ടറി മനോജ് ആറാണി സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ഗോപകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ആദർശ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിശീലനം പൂർത്തീകരിച്ച പഠിതാക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പരുതൂർ ഗ്രാമപഞ്ചായത്തിലെ ആദർശ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈലറിംഗ് ബ്യൂട്ടീഷ്യൻ ബാച്ചിലെ പരിശീലനം പൂർത്തീകരിച്ച പഠിതാക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത്. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ KM അലി, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, രമണി, ഉമ്മർ, JSS ഡയറക്ടർ ഷൈജു, അഭിഷായ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ബാലസംഘം മണ്ണൂർ വില്ലേജ് സമ്മേളനം നടന്നു. വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം സുബിൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി ആത്മഹത്യ ചെയ്തല്ല, ഗാന്ധിജിനെ കൊന്നതാണ് പറയണല്ലേ, പറയില്ലേ? നമ്മളെല്ലാവരും ആ പറയണ ധൈര്യം കാണിക്കണം അല്ലേ? ആദ്യത്തെ തീവ്രവാദിയാണ് ഗാന്ധിജിനെ കൊന്നത്. പേരെന്താ പറഞ്ഞത്? നാഥുറാം വിനായക് ഗോഡ്സെ. എനിക്ക് മറക്കോ? ഇല്ല അല്ലേ? മറക്കേണ്ടോ? കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ആളുടെ പേരാണ്. അപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇതില് ഇന്ത്യയിൽ. അതേപോലെ തന്നെ ഇനി ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങൾ മാറ്റി സൃഷ്ടിച്ച്. സമ്മേളനത്തിൽ വില്ലേജ് പ്രസിഡന്റ് രേവതി അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സനിത, V സുരേന്ദ്രൻ, ബൾക്കിസ്, സുരേഷ് ബാബു, ശ്രീദേവി, M ഉണ്ണികൃഷ്ണൻ, അസീസ്, രഘുത്തമൻ, ഹർക്കിഷ്, വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഷൊർണൂരിൽ മിനി MCFന് പുറത്ത് മാലിന്യം നിക്ഷേപിച്ച കണ്ണൂർ സ്വദേശിക്ക് 5000 രൂപ പിഴ. വാർഡ് 7-ലെ മിനി MCFന് പുറത്ത് മാലിന്യം തള്ളിയ കണ്ണൂർ തളിപ്പറമ്പ് അശ്വതിയിൽ TP കൃഷ്ണപ്രസാദിനാണ് പിഴ ചുമത്തി നഗരസഭ നോട്ടീസ് നൽകിയത്. ഷൊർണൂർ മഞ്ഞക്കാടും കഴിഞ്ഞ ദിവസം മാലിന്യം തള്ളിയ വ്യക്തിയിൽ നിന്ന് നഗരസഭ പിഴ ഈടാക്കിയിരുന്നു. അനധികൃത മാലിന്യ നിക്ഷേപം കണ്ടെത്തി തെളിവ് സഹിതം നഗരസഭയെ അറിയിക്കുന്നവർക്ക് പിഴത്തുകയുടെ 25% പാരിതോഷികം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങുമായി മണ്ണൂർ മകരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ധനസഹായം ഭരണസമിതി അംഗങ്ങൾ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLAക്ക് കൈമാറി. വയനാടിനൊരു കൈത്താങ്ങ് പദ്ധതിയിലേക്കായി ബാങ്ക് ഭരണസമിതി 1 ലക്ഷം രൂപയാണ് കൈമാറിയത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി A സ്മിത, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, M ഉണ്ണികൃഷ്ണൻ, ഡയറക്ടർമാരായ K അരവിന്ദാക്ഷൻ, K ശശിധരൻ,
TR ശശി, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അവരെ പ്രത്യേകിച്ച് സർക്കാരിന് വേണ്ടി നന്ദി പറയുന്നു. ഈ ദുരന്തത്തെ നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് അത് തരണം ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ സുമനസ്സുകളായ എല്ലാവരുടെയും സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ബാങ്ക് നൽകിയിട്ടുള്ള അവരുടെ സംഭാവന വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. പ്രത്യേകമായി ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കൂണിത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. സബര്യ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ തല കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് കരിന്തലക്കൂട്ടം നിർവഹിച്ചു. ഇപ്പോൾ നമുക്കറിയാം, അന്ന് പാടിയ പാട്ടുകൾക്കൊന്നും ഒരു കർത്താവ് ഉണ്ടായിരുന്നില്ല. ഞാനത് ഏറ്റെടുത്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കാതിൽ എത്തിയപ്പോൾ മാത്രമാണ് ആ പാട്ട് നിങ്ങളത് ഏറ്റെടുത്തത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു കർത്താവോ വ്യക്തിയോ ഇല്ലാത്ത പാട്ടുകളാണ് എന്ന് പറയുന്നത് പല നാടൻ പാട്ടുകളും. അതാണ് നാടൻ പാട്ട്. ഇന്ന് ഓണപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോടാണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരാളെ ഓർമ്മയില്ലേ? ആര് ഓർമ്മ? അതിന് കർത്താവുണ്ടല്ലേ പാട്ടിന്? പ്രധാനാധ്യാപിക DP നിർമ്മല സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ O മധുസൂദനൻ, പ്രിൻസിപ്പൽ C ജിനേഷ് കുമാർ, MPTA പ്രസിഡന്റ് NB ഷിജി, PTA വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ, SMC വൈസ് ചെയർമാൻ അബ്ദുൽ ജബ്ബാർ, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി P പ്രശാന്ത്, VHS സ്റ്റാഫ് സെക്രട്ടറി PP സഹദേവൻ എന്നിവർ സംസാരിച്ചു. കൺവീനർ P ജിഷ നന്ദി പറഞ്ഞു. തുടർന്ന് കലാമത്സരങ്ങൾ ആരംഭിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാഞ്ഞാൾ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഇല്ലംനിറ ആഘോഷം ഭക്തിസാന്ദ്രമായി. ബ്രഹ്മശ്രീ പുരളിപ്പുറം ലക്ഷ്മണൻ നമ്പൂതിരി ക്ഷേത്രത്തിലെ ഇല്ലംനിറ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിൽ നിറക്കോപ്പും കതിരും എഴുന്നള്ളിച്ച് മഹാലക്ഷ്മി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. മേൽശാന്തി ബ്രഹ്മശ്രീ കറുത്തേടം സതീശൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ബ്രഹ്മശ്രീ മുട്ടത്തുകാട്ടിൽ രാമൻ നമ്പൂതിരി, കൈപ്പഞ്ചേരി മാധവൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം കരകം ഉഷാ വാരസ്യാർ, ഗീതാ വാരസ്യാർ, വത്സല വാരസ്യാർ, രാമചന്ദ്ര വാര്യർ, തൃത്താല ശ്രീനി പൊതുവാൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷേത്രം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി, കൗണ്ടർ മാനേജർ ഗീതാ മുരളി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും ആദരിക്കൽ സദസ്സും സംഘടിപ്പിച്ചു. പരിപാടി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ ദീർഘകാലം കഴകപ്പണി അനുഷ്ഠിച്ച പുഷ്പകം രാമനുണ്ണി, സുശീല രാമനുണ്ണി എന്നിവർക്കുള്ള യാത്രയപ്പും സാമൂഹ്യരംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച PNNM ആയുർവേദ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ സന്ധ്യ മണ്ണത്ത്, നീള ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എന്നിവരെയുമാണ് ആദരിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് പൊന്നാടയും മൊമന്റോവും നൽകി ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്ര മാനേജർ MA രാജു അധ്യക്ഷനായി. ട്രഷറർ സുരേന്ദ്രൻ, N സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സന്ധ്യ മന്നൻ. ഇതിനു മുന്നേ തന്നെ ആദരിക്കേണ്ടതായിരുന്നു, പക്ഷെ അവരെ ആദരിക്കാൻ സാധിക്കാത്തതിൽ പ്രശ്നം വളരെയധികം പ്രശ്നമുണ്ട്. അത് ഈ സമയത്ത് ആദരിക്കാൻ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വ്യാവസായിക സാമൂഹിക രംഗത്തും വളരെയധികം സേവനങ്ങൾ ചെയ്യുന്ന ഉണ്ണീഷൻ മുണ്ടാൻ, നീളയുടെ ചെയർമാനായ ഉണ്ണീഷൻ മുണ്ടാനെ ആദരിക്കുന്നുണ്ട്. ഓടമ്പാക്കം രവീന്ദ്രൻ നയിച്ച ഭക്തിപ്രഭാഷണവും നടന്നു. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായി. നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 1 KCYM റാലിയും യുവജന സംഗമവും സംഘടിപ്പിക്കും. വധൂവരന്മാർക്ക് വസ്ത്രം നൽകുന്ന പദ്ധതിക്കും രൂപതയിലെ യുവജനങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണ പദ്ധതിക്കും അന്നേ ദിവസം തുടക്കമാകുമെന്ന് KCYM ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ ശാക്തീകരണം, ലഹരിവിരുദ്ധ സമൂഹം, തൊഴിലും സംരംഭകത്വവും തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് റാലിയും സംഗമവും സംഘടിപ്പിക്കുന്നത്. വധൂവരന്മാർക്ക് വസ്ത്രം നൽകുന്ന പദ്ധതിക്കും രൂപതയിലെ യുവജനങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണ പദ്ധതിക്കും സെപ്റ്റംബർ 1 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് രൂപതയിലെ എല്ലാ യുവജനങ്ങൾക്കും ഒരു KCYM ഹെൽത്ത് പ്രിവിലേജ് കാർഡ്, അതാണ് പ്രധാനമായിട്ടും. രണ്ടാമതായിട്ട് വെഡ്ഡിംഗ് ഡ്രസ്സുകളുടെ ഒരു കോസ്റ്റ്യൂം പ്രൊജക്റ്റ്, അതായത് പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് വിവാഹ വസ്ത്രങ്ങൾ നൽകുന്ന ഒരു സംരംഭം. ഈ രണ്ട് സംരംഭവും അന്നത്തെ ദിവസം തന്നെ പ്രൊജക്റ്റ് ഇനാഗ്രേഷനും അതിനോടുകൂടി ചേർന്ന് നടത്തപ്പെടുന്നതാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരും തന്നെ എത്തിച്ചേരണമെന്ന് സ്നേഹമായിട്ട്. KCYM പ്രസിഡന്റ് ബിബിൻ കുര്യൻ, ഡയറക്ടർ ഫാദർ ജോബിൻ മേലേമുറിയിൽ, വൈസ് പ്രസിഡന്റ് ബിൻസി പൗലോസ്, അഭിഷേക് പുന്നമടത്തിൽ, ഷാലിൻ ജോസഫ്, ഡൊമിനിക് തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോഗ്രാഫി പ്രദർശനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. ദേശീയ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി പുരസ്കാര ജേതാവ് മണി ചെറുതുരുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോ ഇതിനിപ്പോ ഏകദേശം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അപ്പോഴത്തെ ഫോട്ടോസ് എടുക്കേണ്ടതിനെ പറ്റി ഇനി കൂടുതൽ പറയാനുണ്ട്. കാരണം എന്താ പറയുന്നത്, ഇപ്പൊ ഇത് ഒരു ലെൻസാണ്, ഇതിലൊരു ഉപയോഗിക്കും. ഇത് ഞാൻ നമ്മുടെ സുഹൃത്തായ സുജിന് വാങ്ങിച്ച ലെൻസാണ്. പക്ഷെ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാനത് പുറത്ത് കൊടുക്കുന്നില്ല, അങ്ങനെ സൂക്ഷിച്ച് ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിറ്റിട്ടില്ല. ഈ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ വിൽക്കാതെ ഞാൻ എന്റെ ശേഖരം പോലെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കിയ കാരണമാണ്. ഇതേമാതിരിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളെ മറ്റു ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ നല്ല സൗകര്യമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ക്ലാസ്സിൽ പറയാനുള്ളത്. പരിപാടിയിൽ PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക അൻസിമ മാത്യു, സുബിൻ ചെറുതുരുത്തി, ഡെപ്യൂട്ടി HM കൃപാകൃഷ്ണൻ, അനസ് ബാബു, ഇക്കോ ക്ലബിന്റെ കോർഡിനേറ്റർ PS ദീപ, റഷീദ് കുഞ്ഞോൾ, V മാലിനി, KB രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലൈംഗികാരോപണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് മഹിളാ കോൺഗ്രസ്. ചെരുപ്പുകൊണ്ടും ചൂലുകൊണ്ടും മുകേഷിന്റെ കോളത്തിൽ തല്ലി പാലക്കാട്ട് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. ഹേമ കമ്മീഷന് നടപടിക്കുള്ള അധികാരം ഇല്ലാതാക്കിയതു തന്നെ പ്രതികളെ രക്ഷിക്കാനെന്ന് നേതാക്കൾ. ഷൊർണൂർ കൊച്ചിപ്പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള പൊതുമരാമത്ത് റോഡിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. ഉദ്യോഗസ്ഥ അനാസ്ഥയാരോപിച്ച് ഷൊർണൂർ PWD ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. മുന്നറിയിപ്പില്ലാതെ HR തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരെ മലമ്പുഴ ഉദ്യാന കവാടം ഉപരോധിച്ച് INTUC. എരുമപ്പെട്ടിയിൽ സംസ്ഥാന പാതയോരത്തെ മരം പൊട്ടിവീണ് 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ 2 വാഹനങ്ങൾ തകർന്നു. പരിക്കേറ്റത് 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക്. അപകടം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ശനിയാഴ്ച പാലക്കാട്ട് തുടങ്ങും. സമന്വയ ബൈഠക് കേരളത്തിൽ ഇതാദ്യം. സംഘടനാ നടത്തിപ്പിന്റെ പുതിയ രൂപരേഖയായ പഞ്ചപരിവർത്തൻ ബൈഠക് സമഗ്രമായി ചർച്ച ചെയ്യുമെന്നും സാമൂഹ്യ പരിവർത്തന പദ്ധതികൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്നും RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ. ക്ഷീരമേഖലയെ വിഴുങ്ങാനുള്ള കോർപ്പറേറ്റ് നീക്കത്തെ ക്ഷീരകർഷകർ സംഘടിതമായി ചെറുക്കണമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. മങ്കരയിൽ പൂലോടി ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരകർഷക സംഗമം. പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായി. അതിസമ്പന്നമായ ഭാഷയാണ് സംസ്കൃതമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. സംസ്കൃത ഭാഷ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണം. സംസ്കൃതം അക്കാദമിക് കൌൺസിൽ ഒറ്റപ്പാലം ഉപജില്ലാ സംസ്കൃത ദിനാചരണം പട്ടാമ്പിയിൽ. ചെമ്പൈ സംഗീതോത്സവത്തിന് കോട്ടായിയിൽ ഒരുക്കങ്ങളായി. 128ാമത് ചെമ്പൈ ജയന്തി സംഗീതോത്സവം ശനിയാഴ്ച തുടങ്ങും. രാഗലഹരിക്ക് കാതോർത്ത് സംഗീത പ്രേമികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.